ഇനി നോക്കാം കാർഷിക വാർത്തകൾ. സംസ്ഥാനത്ത് പച്ചക്കറി വില വീണ്ടും കുത്തനെ ഉയരുന്നു. അതേസമയം കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ അവശ്യ സാധനങ്ങളുടെ വിലയിൽ വലിയ ചാട്ടമുണ്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് പച്ചക്കറികളുടെ വില വീണ്ടും കുതിച്ചുയർന്നു. തക്കാളി കിലോയ്ക്ക് 35 രൂപയിൽ നിന്ന് 55 രൂപയായും കോവയ്ക്ക് 20 രൂപയിൽ നിന്ന് 40 രൂപയായും വർദ്ധിച്ചു. കടുത്ത വേനലിനെ തുടർന്ന് നാരങ്ങയുടെ ആവശ്യകത കൂടിയതോടെ വ്യാപാരികൾക്ക് ലാഭം കുറഞ്ഞതിനാൽ നാരങ്ങ വിൽപ്പന പോലും പ്രതിസന്ധിയിലായി. അതേസമയം സംസ്ഥാന സാമ്പത്തിക സ്ഥിതിവിവര കണക്ക് വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 10 വർഷത്തിനിടെ മിക്ക അവശ്യ സാധനങ്ങളുടെയും വിലയിൽ 25 മുതൽ 100% വരെ വർധനവുണ്ടായി. മട്ടയരിയുടെ വില 2012 28 രൂപയിൽ നിന്ന് 2025 51 രൂപയായി ഉയർന്നു. വെളിച്ചെണ്ണ, പഞ്ചസാര, മുട്ട തുടങ്ങിയവയുടെ വിലയും 2020 ശേഷം ഗണ്യമായി വർദ്ധിച്ചു. ഭക്ഷ്യവസ്തുക്കൾക്കായി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന കേരളത്തിന്റെ ഉപഭോഗ സമ്പദ് വ്യവസ്ഥയാണ് ഈ വിലക്കയറ്റത്തിന് പ്രധാന കാരണം. US-ഇറാൻ സംഘർഷത്തെ തുടർന്നുള്ള ക്രൂഡ് ഓയിൽ വിതരണ പ്രതിസന്ധി ഇന്ധനവില വർധനവിലൂടെ പച്ചക്കറി വിപണിയെയും ബാധിക്കുമെന്ന ആശങ്കയും ഉയരുന്നു. പ്രാദേശിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും വിപണി ഇടപെടലുകൾ ശക്തമാക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് നിലവിലെ സാഹചര്യം വിരൽ ചൂണ്ടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യാന്തര വിപണിയിൽ റബ്ബർ വില വീണ്ടും ഉയരുന്നു. ആഭ്യന്തര വിപണിയിലും കിലോയ്ക്ക് 250 രൂപ കടന്നതോടെ കർഷകർ പ്രതീക്ഷയിലാണ്. ഉൽപ്പാദനക്കുറവും ആഗോള ദൗർലഭ്യവുമാണ് വിലക്കയറ്റത്തിന് പിന്നിൽ. രാജ്യാന്തര വിപണിയിൽ റബ്ബർ വില 300 രൂപയിലേക്ക് കുതിക്കുമ്പോൾ ആഭ്യന്തര വിപണിയിലും വില ഉയരുന്നു. ഇന്നത്തെ ബാങ്കോക്ക് മാർക്കറ്റിൽ RSS-4 റബ്ബറിന്റെ വില കിലോഗ്രാമിന് 279 രൂപയായി ഉയർന്നു. തായ്ലൻഡ്, മലേഷ്യ തുടങ്ങിയ പ്രധാന ഉൽപ്പാദക രാജ്യങ്ങളിലെ റബ്ബർ ഉൽപ്പാദനം കുറഞ്ഞതും ആഗോള വിപണിയിൽ ദൗർലഭ്യം ശക്തമായതുമാണ് വില വർധനവിന് പ്രധാന കാരണം. ക്രൂഡ് ഓയിൽ വിലയിലെ ചാഞ്ചാട്ടവും റബ്ബർ വിപണിയെ സ്വാധീനിക്കുന്നുണ്ട്. കേരളത്തിലെ വിപണികളിലും വില കുതിച്ചുയരുകയാണ്. കോട്ടയം, കൊച്ചി മാർക്കറ്റുകളിൽ RSS-4ന്റെ വില ഇന്നലെ 252 രൂപയായി. ഓപ്പൺ മാർക്കറ്റിൽ ഷീറ്റ് റബ്ബറിന് 254 രൂപയും ലാറ്റക്സിന് 231 രൂപയുമായി. അതേസമയം അഗർത്തല മാർക്കറ്റിൽ വില ഇപ്പോഴും 250 രൂപയ്ക്ക് താഴെയാണ്. അവിടെ RSS-4ന് ഇന്നലെ 241 രൂപയായിരുന്നു വില. സംസ്ഥാനത്തെ ചെറുകിട കർഷകർ പലരും ഇനിയും ടാപ്പിംഗ് പുനരാരംഭിച്ചിട്ടില്ല. വലിയ തോട്ടങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ടാപ്പിംഗ് തുടരുന്നത്. കനത്ത ചൂട് കാരണം റബ്ബർ മരങ്ങളിൽ നിന്ന് ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞുവെന്നാണ് തോട്ടമുടമകൾ പറയുന്നത്. ഉൽപ്പാദനക്കുറവും ആഗോള ആവശ്യവും ചേർന്നതോടെ റബ്ബർ വില അടുത്ത ദിവസങ്ങളിലും ഉയർന്ന നിലയിൽ തുടരുമെന്നാണ് വിപണി വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ ടെക്സ്റ്റൈൽ മേഖലയെ ബാധിക്കുന്ന പരുത്തി പ്രതിസന്ധി വീണ്ടും ചർച്ചയാകുന്നു. ഇന്ത്യൻ മില്ലുകൾക്ക് മത്സരാധിഷ്ഠിത വിലയിൽ പരുത്തി ലഭ്യമാക്കാൻ ഇറക്കുമതി തീരുവ പിൻവലിക്കണമെന്ന് വ്യവസായ പഠന റിപ്പോർട്ട്. ചൈനയും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെയും അപേക്ഷിച്ച് ഇന്ത്യ പിന്നിലാകുകയാണെന്ന മുന്നറിയിപ്പും റിപ്പോർട്ടിലുണ്ട്. ഇന്ത്യൻ ടെക്സ്റ്റൈൽ മേഖലയെ ബാധിക്കുന്ന പരുത്തി ഇറക്കുമതി തീരുവ വീണ്ടും ചർച്ചയാകുന്നു. ഇന്ത്യൻ മില്ലുകൾക്ക് മത്സരാധിഷ്ഠിത വിലയിൽ പരുത്തി ലഭ്യമാക്കാൻ ഇറക്കുമതി തീരുവ പിൻവലിക്കണമെന്ന് പുതിയ വ്യവസായ പഠന റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ പഠനത്തിലാണ് നിർണായക ശുപാർശ. കൺസൾട്ടിംഗ് സ്ഥാപനമായ ഗർമിയും ഇന്റർനാഷണൽ കോട്ടൺ അഡ്വൈസറി കമ്മിറ്റിയും ചേർന്നാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് നികുതിരഹിതമായി പരുത്തി ഇറക്കുമതി ചെയ്യുന്ന ഏഷ്യൻ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ മില്ലുകൾക്ക് വലിയ തിരിച്ചടിയാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. നിലവിലെ 11% ഇറക്കുമതി തീരുവ കാരണം ഇന്ത്യൻ ടെക്സ്റ്റൈൽ വ്യവസായത്തിന്റെ ചെലവ് വർദ്ധിക്കുന്നതായും വിലയിരുത്തൽ. രാജ്യത്തെ രണ്ടാമത്തെ വലിയ തൊഴിൽ മേഖലയായ ടെക്സ്റ്റൈൽ വസ്ത്ര വ്യവസായത്തിന്റെ കയറ്റുമതിയും സമ്മർദ്ദത്തിലാണെന്നാണ് കണക്ക്. 2026 സാമ്പത്തിക വർഷത്തിൽ കയറ്റുമതി 2.2% കുറഞ്ഞ് $35.79 ബില്യൺ ഇറക്കുമതി തീരുവ നീക്കണമെന്ന് ടെക്സ്റ്റൈൽ മന്ത്രാലയം ആവശ്യപ്പെടുമ്പോൾ കർഷകരെ ബാധിക്കുമെന്ന ആശങ്കയിൽ കൃഷി മന്ത്രാലയം എതിർപ്പറിയിക്കുകയാണ്. ആഭ്യന്തര ഉൽപ്പാദനം കുറയുന്ന സീസണുകളിൽ താൽക്കാലിക ഇളവ് നൽകാമെന്ന നിർദ്ദേശവും പരിഗണനയിലാണ്. പരുത്തി വിലയിലെ അസ്ഥിരത കുറയ്ക്കാൻ പ്രത്യേക സ്ഥിരതാ ഫണ്ടും രൂപീകരിക്കണമെന്ന് റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. നവംബർ മുതൽ മാർച്ച് വരെ സംഭരിക്കുന്ന പരുത്തിക്ക് പലിശ സബ്വെൻഷൻ നൽകുന്നതും ശുപാർശയിൽ ഉൾപ്പെടുന്നു. ചൈനയുടെ മാതൃകയിൽ ഇന്ത്യയും തന്ത്രപ്രധാനമായ പരുത്തി കരുതൽ ശേഖരം സൃഷ്ടിക്കണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 3 മാസത്തെ ആവശ്യത്തിന് തുല്യമായ സ്റ്റോക്ക് നിലനിർത്തുന്നത് വിപണിയിലെ വില ചാഞ്ചാട്ടം കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. കർഷകരുടെ വരുമാനവും വ്യവസായത്തിന്റെ മത്സരക്ഷമതയും ഒരുപോലെ സംരക്ഷിക്കുന്ന ദീർഘകാല നയമാണ് ഇപ്പോൾ രാജ്യത്തിന് ആവശ്യമെന്നാണ് റിപ്പോർട്ടിന്റെ പ്രധാന നിരീക്ഷണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.